നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ മാർക്ക് എത്ര? പ്രതിപക്ഷം കൊള്ളാമോ? പൊന്നാനിക്കാർ പറയുന്നത് എന്താണ് നോക്കാം. വളരെ മികച്ചതെന്ന് 4.8% പേരും, മികച്ചതെന്ന് 31.2% പേരും. അതായത് 36% പേർക്ക് പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അവർ കൊള്ളാം എന്ന അഭിപ്രായം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മോശമെന്ന് പറയുന്ന 5.8%, വളരെ മോശമെന്ന് പറയുന്നത് 16.7%. അതായത് 22.5% ആളുകൾ മാത്രമാണ് മോശം എന്ന് പറയുന്നത്. 36% ആളുകൾ ഇത് നല്ലതാണ്, പ്രതിപക്ഷം നല്ലതാണ് എന്ന് പറയുന്നു. സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയ മണ്ഡലങ്ങളിൽ പ്രതിപക്ഷത്തെക്കുറിച്ച് അത്ര മെച്ചപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ കുറവാണ്. പ്രതിപക്ഷം അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്ന അഭിപ്രായമാണ് കഴിഞ്ഞ 6 മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. എന്നാൽ പൊന്നാനിയിലേക്ക് എത്തുമ്പോൾ, മലപ്പുറത്തേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ കൂടുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം വെറും 14%. 14% വളരെ നിർണായകമായി. അപ്പൊ നോക്കൂ, ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എടുത്താൽ വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നു. ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല എന്ന് വലിയൊരു ശതമാനം ആളുകൾ പറയുന്നു. രണ്ടാം പിണറായി സർക്കാർ വളരെ മോശമായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം മികച്ചത് എന്ന് പറയുന്നു. നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം നിൽക്കുന്നു. സ്വാഭാവികമായും ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വായിച്ചാൽ ടി മുഹമ്മദ് ബഷീറിന് അനുകൂലമായൊരു തരംഗം ആ മണ്ഡലത്തിലുടനീളം നിൽക്കുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മികച്ച അഭിപ്രായം 65% ആളുകളാണ് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ടി മുഹമ്മദ് ബഷീർ വളരെ സ്ട്രോങ് ആണ്. പൊന്നാനിയിൽ ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. മലപ്പുറത്തേക്ക് വണ്ടി പിടിക്കേണ്ട. അതെ. ഇപ്പോൾ കേന്ദ്രവിരുദ്ധ വികാരം അത്ര ശക്തമാണെങ്കിലും ആ വിഷയം പ്രധാനമായി ഉന്നയിച്ചുകൊണ്ട് കേരള സർക്കാർ നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയണ്ടേ? അത് നിശ്ചയമായും അറിയണം. കാരണം മലപ്പുറം വളരെ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നവകേരള സദസ്സ് നടക്കപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ മലപ്പുറത്ത് വളരെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം അവിടെ നിൽക്കുന്നുള്ളൂ. കാരണം എപ്പോഴും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് മലപ്പുറത്തൊരു ലോക്സഭാ മണ്ഡലം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് അവർ പൊന്നാനിയെ കാണുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് അവിടെ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 4 നിയമസഭാ മണ്ഡലങ്ങൾ LDF-ന്റെ പോക്കറ്റിലാണ്. ആ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നവർ സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരുമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ പൊന്നാനി മണ്ഡലത്തെ കാണുന്നുണ്ട്. നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ സമസ്തയിലുള്ള ഭിന്നിപ്പ് മുതലെടുത്തുകൊണ്ട് ഒരു വികാരത്തെ കൂടി പിടിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊരു പരീക്ഷണം. അതാണ് യഥാർത്ഥത്തിൽ ടിയെ വിഷമിപ്പിക്കുന്നത്. ടിയെ സംബന്ധിച്ചിടത്തോളം ടിക്ക് അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നല്ല സ്ട്രോങ് ആണ് താനെന്ന് അറിയാമെങ്കിൽ കൂടിയും സമസ്തയിലെ ഈ ഭിന്നിപ്പ് ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ടിക്കുമുണ്ട്, ലീഗിനുമുണ്ട്. ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ടി മലപ്പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു സേഫ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമുക്ക് നോക്കാം നവകേരള സദസ്സിനെ കുറിച്ചുള്ള പൊന്നാനിയുടെ അഭിപ്രായം എന്താണ്. നവകേരള സദസ്സ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ എത്ര? ആവശ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ എത്ര? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. 78.9% പേർക്കും അതൊരു അനാവശ്യ യാത്രയായിരുന്നു എന്ന അഭിപ്രായമാണ്. അതായത് 79% പേര്. അതായത് 79% പേരും ഈ പറയുന്ന, നോക്കൂ അതിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് നവകേരള സദസ്സിന്റെ യാത്രോദ്ദേശം എന്ന് പറയുന്നത്? അത് കേന്ദ്രത്തിലെ NDA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ എങ്ങനെയാണ് സംസ്ഥാനം ധനപ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ല പ്രത്യേകിച്ച് NDAക്കെതിരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം അവിടെ വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണവുമായി ചെന്ന ജാഥ അനാവശ്യമായിരുന്നു എന്നാണ് അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുന്നത് എങ്കിൽ എഗെയിൻ ഈ പറയുന്ന സർക്കാർ വിരുദ്ധമായ ചേരിയിൽ തന്നെയാണ് അവർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് അത്ഭുതകരമൊന്നുമല്ല കേട്ടോ. ഈ പറയുന്നത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ പൊന്നാനി അങ്ങനെ അല്ലാതെ മറിച്ച് ചിന്തിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നൊരു മണ്ഡലമല്ലാതെ, പക്ഷേ ഈ പറയുന്ന മലപ്പുറത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരത്തെ ശക്തിപ്പെടുത്താൻ LDF നടത്തിയ ശ്രമം അവിടെ വിജയിച്ചിട്ടില്ല. കാരണം അവർക്ക് പ്രാഥമികമായും അവരുടെ എതിർവികാരം നിൽക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിനോടാണ് എന്ന് കാണാം. 79% ആളുകൾ ഈ കരിങ്കൊടി പ്രതിഷേധത്തോടൊക്കെ കാണിച്ച സമീപനമൊക്കെ ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാകാം. ആളുകൾ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നത് എല്ലാം കാണുന്നുണ്ട്. ഓരോ മണ്ഡലത്തിലും നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഉത്തരങ്ങളാണ് വരുന്നത്. 9 ചോദ്യങ്ങളാണ് നമ്മൾ പിന്നിട്ടത്.